ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ് ആണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, soul contract. The lessons I learned from us will never be forgotten. Okay, അതായത് നിങ്ങൾ തമ്മിൽ ഉള്ള റിലേഷൻഷിപ്പിൽ അവർ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അവരതൊരിക്കലും മറക്കാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അവരൊരിക്കലും മറക്കില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഡാമേജ്, വി ആർ ബോത്ത് ഹേർട്ടിങ് ഫ്രം ദിസ്. അതായത് നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ രണ്ടുപേർക്കും, അതായത് നിങ്ങൾക്കും അവർക്കും ഒരുപോലെ ഹേർട്ട് ചെയ്യുന്നുണ്ട്. എസ്കേപ്പ്, ഐ ലെഫ്റ്റ് വെൻ തിങ്സ് ഗോഡ് ഹാർഡ്. അതായത് വേറൊന്നുമല്ല, നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കൂടുതൽ, അതായത് കാര്യങ്ങൾ കൈവിട്ട് പോകും, അല്ലെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ സീരിയസ് ആയപ്പോൾ എന്താ ഓടി ഒളിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ എസ്കേപ്പ് അടിച്ചു. പുള്ളി ഓടിയ വഴിക്ക് പുല്ല് പോലും മുളച്ചില്ല എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. അല്ലെങ്കിൽ പുള്ളിക്കാരത്തി ഓടിയ വഴിക്ക് പുല്ല് പോലും വന്നില്ല. അങ്ങനത്തെ ഓട്ടമായിരുന്നു എസ്കേപ്പ്. അതാണ് ഉദ്ദേശിക്കുന്നത്. എസ്കേപ്പ് അടിച്ചു കളഞ്ഞു. ടൈം, ഐ ആം അഫ്രൈഡ് ഇസ് ടു ലേറ്റ് ടു ടേക്ക് ആക്ഷൻ. അതായത് ഇപ്പൊ പല കാര്യങ്ങളും നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം, നിങ്ങളോട് പല കാര്യങ്ങളും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ടാകാം. പക്ഷേ അവർക്കൊരു പേടിയുണ്ട്. കാരണം അവര് ആക്ഷനിലോട്ട്, ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതൊരു ആക്ഷനിലോട്ട് വരുത്തണ്ടേ. അപ്പൊ എന്താ പറയാ, ആക്ഷനിലോട്ട് വരുത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു, അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ലേറ്റ് ആകുന്നു. അപ്പൊ അതിന്റെ ഒരു പേടി അവർക്കുണ്ട്. ടൈം പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. നെഗ്ലക്റ്റഡ്, ഐ ഫെയിൽ ടു ഗിവ് യു വാട്ട് യു നീഡ്. അതായത് നിങ്ങൾ അവരുടെ ടൈം, അല്ലെങ്കിൽ അവരുടെ അറ്റൻഷൻ, അവരുടെ പ്രണയം, അവരുടെ ഒരു കെയറിങ് എല്ലാം നിങ്ങൾ ആഗ്രഹിച്ച സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു കാര്യങ്ങൾ അവർക്ക് തരാനായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല. കാരണം ഒരാൾ വിശന്നിരിക്കുമ്പോഴാണല്ലോ ഭക്ഷണം കിട്ടേണ്ടത്. അല്ലാതെ വിശപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ആ ഭക്ഷണം എത്ര ഭക്ഷണമാണെന്ന് പറഞ്ഞാലും അതിന്റെ ആവശ്യം ഉണ്ടാവില്ല. കാരണം നിങ്ങൾ ആഗ്രഹിച്ച സമയങ്ങളിൽ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരേണ്ട കാര്യങ്ങളൊന്നും പല രീതിയിലും തരാനായിട്ട് പറ്റിയിട്ടില്ല. അതിലെല്ലാം അവർ ഫെയിൽഡ് ആയിരുന്നു. വാല്യൂസ്, വി ഹാവ് ടു മെനി ഡിഫറൻസസ്. നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഫിസിക്കലി ഡിഫറൻസ് ഉണ്ടാകും, ഫിസിക്കലി അപ്പിയറൻസിൽ ഡിഫറൻസ് ഉണ്ടാകാം, പ്രൊഫഷൻ വൈസ് ഡിഫറൻസ് ഉണ്ടാകാം, ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ ഡിഫറൻസ് ഉണ്ടാകാം, പല രീതിയിൽ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻ ആയിരിക്കാം, നിങ്ങൾ തമ്മിൽ ഒരുപാട് വേറെ പല പരിപാടികളിലും ഡിഫറൻസ് ഉണ്ടാകാം. കെമിസ്ട്രി, ഐ ഹാവ് നെവർ ഫെൽറ്റ് എ പാഷൻ ദിസ് ഇന്റൻസ്. അതായത് ഏതൊരു റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ ഒരു പാഷൻ ഉണ്ടാകും. ഇതെല്ലാവർക്കും അല്ല കേട്ടോ, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. ചില ആളുകൾക്ക് എന്താണ്, നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് അവരാഗ്രഹിക്കുന്ന പോലത്തെ ഉള്ള രീതിയിലുള്ള ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആയിട്ടില്ല. കാരണം ചില ആളുകൾ ആ ഒരു പാത്തിൽ കൂടി മാത്രമേ പോവുള്ളൂ. അതായത് ഓപ്പോസിറ്റ് ഉള്ള ആൾക്ക് ഒരു ഇത് കൊടുക്കില്ല. അവരെന്താണോ തീരുമാനിക്കുന്നത് അതിൽ കൂടി മാത്രം പോയിക്കൊണ്ടിരിക്കും. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് അതിന്റെ ഇതില് അവര് പറയുന്ന രീതിയിലേ ഒഴുകിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അവര് പറയുന്ന ആ ഇതിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഇപ്പൊ ആരാണോ തീരുമാനിക്കുന്നത് അവർക്ക് ദേഷ്യം വരും. അപ്പൊ അങ്ങനെയുള്ള ഒരു കെമിസ്ട്രിയോ, അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കെമിസ്ട്രി, അതായത് ഒരു പാഷൻ കാര്യങ്ങളൊന്നും വർക്കൗട്ട് ആയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം ഇത് എല്ലാവർക്കും അല്ല. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഗോസിപ്പ്,
ഐ ആം അഫ്രൈഡ് ഓഫ് വാട്ട് അതർ പീപ്പിൾ വിൽ തിങ്ക്. അതാണ്. അതായത് നിങ്ങൾ ഏതെങ്കിലും എക്സ്ട്രാ മാരിറ്റലോ വേറെ ഏതെങ്കിലും തരത്തില് മറ്റുള്ള, അതായത് ഈ പുള്ളിയുടെ ഐഡന്റിറ്റീനെ ബാധിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും റിലേഷനോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ തെറ്റ് പറയുന്ന രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള റിലേഷനോ ആണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ഐഡന്റിറ്റി അല്ലെങ്കിൽ പുള്ളിക്കാരത്തിയുടെ ഐഡന്റിറ്റിക്ക് കോട്ടം വരുത്തുന്ന രീതിയിലുള്ള ഒരു റിലേഷൻ ആയതുകൊണ്ട് പുള്ളിക്ക് ഒരു പേടിയാണ്. അപ്പൊ പുള്ളി എന്താണ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം തുടങ്ങുമ്പോൾ അതൊന്നും ചിന്തിച്ചില്ല, ഇപ്പോഴാണ് ഇതൊക്കെ ചിന്തകളൊക്കെ വന്നത്. അങ്ങനെയുള്ള രീതിയിൽ മറ്റുള്ളവരെന്ത് പറയും എന്നുള്ള ഒരു ചിന്ത ഉണ്ട്. സീക്രട്സ്, ഐ ഹാവ് നോട്ട് ടോൾഡ് യു എവറിത്തിങ്. അതായത് നിങ്ങളുടെ പേഴ്സണിന്റെ ജീവിതത്തിൽ ഒരുപാട് സീക്രട്സ് കാര്യങ്ങളുണ്ട്, നിങ്ങൾ അറിയാത്ത കാര്യങ്ങളും ഉണ്ടാവാം. നിങ്ങൾ ചിലപ്പോൾ ഒരു 15% അല്ലെങ്കിൽ ഒരു 30% ഒക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാകാം. പക്ഷേ അവര് നിങ്ങൾ പോലും അറിയാത്ത ബാക്കി കുറെ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. കൺവേഴ്സേഷൻ, ഐ വാണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ്. അതായത് നിങ്ങളെ കോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ വോയിസ് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. യെസ്, റീയൂണിയൻ, വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ. അതിന്റെ അർത്ഥം അറിയാലോ അല്ലേ? നമുക്ക് ഈ ഡെക്കിൽ നിന്നും കൂടി മെസ്സേജസ് നോക്കാം. ഓക്കെ, ഓക്കെ. ഐ വാണ്ട് ഔട്ട്, എനിക്ക് ഇതിൽ നിന്നും പുറത്തു വരണം. അവരിപ്പോ എന്തിലാണോ അകപ്പെട്ടിരിക്കുന്നത്, പെട്ടുപോയിരിക്കുന്നത്, അതിൽ നിന്നും പുറത്തു വരണം. ദിസ് ലവ് ഈസ് ക്രേസി, നിങ്ങൾ തമ്മിലുള്ള അടുപ്പം, നിങ്ങൾ തമ്മിലുള്ള പ്രണയം അവർക്കൊരു ക്രേസി ആയിട്ട് തോന്നുന്നു. പ്ലീസ് ഡു വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ യുവർ ഹാർട്ട്, നിങ്ങളുടെ മനസ്സിന് എന്താണ് തോന്നുന്നത്, നിങ്ങളുടെ ഹൃദയത്തിന് എന്താണ് തോന്നുന്നത്, നല്ലതായിട്ട് തോന്നുന്നത്, അത് ചെയ്യുക. ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ, കാണുന്നവരായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം, ഈ ഒരു കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ. സെക്ഷൽ ഡിസയർ, നിങ്ങളോട് അവർക്ക് സെക്ഷൽ ഡിസയർ, കാരണം നിങ്ങൾ ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ പോലെ ജീവിച്ചവരായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഫിസിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. അപ്പൊ അത് സെക്ഷൽ ഡിസയർ, നിങ്ങളോട് സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ തോന്നുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഐ കാൺ മേക്ക് എ ഡിസിഷൻ, എനിക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. യു വർ റൈറ്റ്, നിങ്ങളായിരുന്നു ശരി, നിങ്ങളാണ് ശരി. ഐ ആം സ്കെയർഡ് ഓഫ് റിജക്ഷൻ, ഞാൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾ എന്നെ തിരിച്ച് എടുക്കുമോ, അല്ലെങ്കിൽ ഞാൻ വന്നാൽ, ഞാൻ റീയൂണിയന് ശ്രമിച്ചാൽ നിങ്ങൾ വീണ്ടും റിജക്റ്റ് ചെയ്യുമോ. അതായത് നിങ്ങളുടെ ആൾക്ക് ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റിക്ക് കോട്ടം വരുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് മോശമാകുന്ന, അവരെ കളിയാക്കുന്ന രീതിയിൽ ഒന്നും അനുഭവിക്കാനായിട്ട്, ചെറിയ രീതിയിൽ പോലും അനുഭവിക്കാനായിട്ട് തയ്യാറല്ലാത്ത ആളുകളായിരിക്കും. അവരെവിടെയും ജയിച്ച് നിൽക്കണമെന്നൊക്കെ വിചാരിക്കുന്ന ആളുകളായിരിക്കും. അപ്പൊ അവരുടെ ആ ഒരു ഇതിന് കോട്ടം വരുമോ എന്നുള്ളൊരു ടെൻഷൻ, അതാണ് റിജക്ഷനെ പേടി. ഐ ഡോണ്ട് നോ വേർ ടു സ്റ്റാർട്ട്, എനിക്കിത് എവിടെ നിന്ന് തുടങ്ങണം എന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സന്റെ മെസ്സേജസ്. എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.